ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം ആരംഭിക്കുമ്പോൾ ഹന്നായുടെ ഭർത്താവും ശമൂവേലിൻ്റെ പിതാവുമായ എൽക്കാനയെ നാം കാണുന്നുണ്ട്. എൽക്കാനയുടെ ജീവിതത്തിലൂടെ ചില കാര്യങ്ങൾ നാം ഓർത്തുകൊണ്ട് ആത്മീക യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 5-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി അങ്ങേ സ്വാഗതം ചെയ്യുവാൻ സന്തോഷമുണ്ട്. എൽക്കാനയെക്കുറിച്ച് ഒടുവിലായി നാം ഓർത്തു നിർത്തിയത് ആത്മീക വിഷയങ്ങളിൽ ഉത്സാഹിയായ ഒരു ഗൃഹനാഥനാണ് എന്നുള്ളതാണ്. എല്ലാ ഗൃഹനാഥന്മാർക്കും എല്ലാ വിശ്വാസികൾക്കും ആത്മീക വിഷയങ്ങളിൽ ഉത്സാഹികളായിരിക്കണം എന്നുള്ള ആത്മീക പ്രബോധനം നാം കഴിഞ്ഞ ഭാഗത്തിൽ ഓർത്തതാണ്. ഇന്ന് നാം ചിന്തിച്ചു തുടങ്ങുന്നത് 8-ാം വാക്യത്തിൽ എൽക്കാനയുടെ പ്രത്യേകമായ ഒരു ഗുണം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് തൻ്റെ ഭാര്യയെ മനസ്സിലാക്കുന്ന, ആശ്വസിപ്പിക്കുന്ന സ്നേഹനിധിയായ ഭർത്താവ് എന്നുള്ള നിലയിലാണ്. 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: പെനീന എന്ന സഹപത്നിയാൽ വളരെയധികം വ്യസനിപ്പിക്കത്തക്ക രീതിയിലുള്ള മുഷിച്ചിൽ അനുഭവിച്ചപ്പോൾ ഹന്നായോട് എൽക്കാന പറയുന്ന വാക്കുകളായിട്ടാണ് 8-ാം വാക്യം നാം മനസ്സിലാക്കുന്നത്. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരേക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ജീവിതത്തിൻ്റെ ദുഃഖത്തിൽ സങ്കടപ്പെട്ട് വ്യസനിച്ചിരിക്കുന്ന ഹന്ന എന്ന ഭാര്യയെ ആശ്വസിപ്പിക്കുന്ന സ്നേഹനിധിയായ ഭർത്താവായി നമുക്ക് എൽക്കാനയെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് ഇത് വളരെ ആവശ്യമാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഏറി വരുമ്പോൾ കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ആശ്വസിപ്പിക്കുവാൻ ഭാര്യാഭർത്താക്കന്മാർക്ക് സാധിക്കണം. പ്രത്യേകിച്ചും ഭാര്യമാരോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ അവർക്ക് ജീവിത പ്രശ്നങ്ങളിൽ ആശ്വാസമായി ഭർത്താക്കന്മാർ ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ വസ്തുതയാണ്. രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഭർത്താവായിട്ടുള്ള ബോവസ് അവൾക്ക് ഒരു വിശ്രാമ സ്ഥാനമാണ്, ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ് എന്നുള്ളത് കാണുവാൻ കഴിയുന്നു. അത്തരത്തിൽ എത്ര മാതൃകയായിട്ടുള്ള ഒരു ഭർത്താവായിട്ടാണ് എൽക്കാനയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് കൂടെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതെന്താണ്? എൽക്കാന തൻ്റെ ഭാര്യയായ പെനീനയെ, അതായത് ഹന്നായുടെ സഹപത്നിയായ പെനീനയെ അവൾ പറയുന്ന തെറ്റായ വാക്കുകൾക്ക്, മുഷിപ്പിക്കുന്ന വ്യസനിപ്പിക്കുന്ന വാക്കുകൾക്ക് ശാസിച്ച് അമർത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ പറഞ്ഞിട്ടും ശ്രമിച്ചിട്ടും ഫലമില്ലാത്തതുകൊണ്ടാകാം. എന്തായാലും എൽക്കാന പെനീനെ ശാസിച്ചമർത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ വളരെ സന്തോഷത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആ ദുഃഖത്തിൻ്റെ നടുവിലും ഹന്ന എന്ന ഭാര്യയോടുകൂടെ ചേർന്ന് നിൽക്കുന്ന എൽക്കാന എന്ന ഭർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതത്തിൽ ഈ കാര്യം ഒന്ന് പാലിക്കുവാൻ കഴിഞ്ഞാൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. പരസ്പരം കുറ്റപ്പെടുത്താതെ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെട്ട് അന്യോന്യം നല്ല തുണകളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് സന്ദർഭവശാൽ പറഞ്ഞു പോകാതിരിക്കാൻ സാധിക്കുകയില്ലല്ലോ. എന്നാൽ 21-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെ നാം നോക്കുമ്പോൾ ഹന്നായെ നന്നായി മനസ്സിലാക്കുന്ന ഒരു ഭർത്താവായിട്ടും ദൈവമുൻപാകെ അവൾ എടുത്ത ശരിയായ തീരുമാനത്തെ
അനുകൂലിക്കുന്ന ഒരു നല്ല കുടുംബനാഥനായും നമുക്ക് എൽക്കാനയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 21 മുതൽ 23 വാക്യങ്ങൾ വായിച്ചാൽ, പിന്നെ എൽക്കാന എന്ന പുരുഷനും അവൻ്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തര യാഗവും നേർച്ചയും കഴിപ്പാനായിട്ട് പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിൻ്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാം എന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവൻ്റെ മുലകുടി മാറും വരെ താമസിക്കുക, യഹോവ തൻ്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ച് മുലകുടി മാറും വരെ മകന് മുല കൊടുത്തു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭാര്യയായിട്ടുള്ള ഹന്ന ഭർത്താവ് വിളിച്ചപ്പോൾ പറയുന്ന ഉത്തരമാണ്. ആ ഉത്തരത്തിൽ ഭർത്താവ് യാതൊരു പിടിവാശിയും കാണിച്ചില്ല എന്ന് മാത്രമല്ല, തൻ്റെ ഭാര്യ പറഞ്ഞത് ദൈവമുൻപാകെ ശരിയായൊരു വിഷയമാണ് എന്ന രീതിയിൽ അത് അംഗീകരിച്ച് അവളെ മനസ്സിലാക്കി അവൾക്ക് വേണ്ടുന്ന സാവകാശം ദൈവമുൻപാകെ കുടുംബജീവിതത്തിൽ കൊടുക്കുന്ന അനുഗ്രഹീതമായ കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത, തൻ്റെ കുടുംബജീവിതത്തിൽ ഭാര്യയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് യഹോവയുടെ വചനം നിവർത്തിക്കുവാൻ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യം കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന്, വ്യക്തിജീവിതത്തിൻ്റെ വിജയത്തിന് ദൈവമുൻപാകെയുള്ള ശരിയായ തീരുമാനങ്ങളെ ശരിയായി തന്നെ അംഗീകരിപ്പാൻ നമുക്ക് ഏവർക്കും സാധിക്കണമെന്നുള്ളതാണ്. ഇത് പിശാച് തടയുന്ന പ്രവണത എല്ലായിടത്തും കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തി ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങളെ കുടുംബജീവിതത്തിലാകട്ടെ, വ്യക്തിജീവിതത്തിലാകട്ടെ, സാമൂഹിക ജീവിതത്തിലാകട്ടെ, സഭാജീവിതത്തിലാകട്ടെ അംഗീകരിച്ച് മറ്റുള്ളവരെ കൂടെ ഉൾക്കൊണ്ടു പോകാനായിട്ട് കഴിയും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇവിടെ ഇതാ നല്ലൊരു ഗൃഹനാഥൻ, നല്ലൊരു ഭർത്താവ്, അവളെ ആശ്വസിപ്പിക്കുന്ന, അവളുടെ പ്രശ്നങ്ങളിൽ കൂടെ ചേർന്ന് നിൽക്കുന്ന, തന്നെയുമെല്ലാം ആത്യന്തികമായി തൻ്റെ ഭാര്യയുടെ വാക്കുകളിൽ ദൈവത്തിൻ്റെ പ്രസാദമുള്ളതുകൊണ്ട് ദൈവഹിതം തൻ്റെ കുടുംബജീവിതത്തിൽ നിവർത്തീകരിക്കേണ്ടതിന് സമ്മതിക്കുന്ന ഒരു നല്ല മനുഷ്യനായി നമുക്ക്, ഗൃഹനാഥനായി നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വസ്തുത നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങയുടെ ജീവിതത്തിൽ ദൈവത്തിനാണോ പ്രാഥമിക സ്ഥാനമുള്ളത്? ദൈവത്തിൻ്റെ ഇഷ്ടത്തെ വലുതായി കാണുന്ന ജീവിതമാണോ അങ്ങയ്ക്കുള്ളത്? അങ്ങയുടെ കുടുംബജീവിതത്തിൻ്റെ ചില തെറ്റുകളിൽ ദൈവത്തെ മുൻനിർത്തി ദൈവമുൻപാകെ വിട്ടുകളയുവാൻ, ദൈവമുൻപാകെ തെറ്റുകളെ തിരുത്തുവാൻ അങ്ങ് മുൻകൈയെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുമെന്നുള്ളതിന് സംശയമില്ല. എൽക്കാനയുടെ ജീവിതം അതിന് ഒരു വിരൽ ചൂണ്ടിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങേ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.